മലയാളത്തേക്കാൾ തമിഴകത്താണ് ഇപ്പോൾ കാളിദാസ് ജയറാം വിജയിച്ചു മുന്നേറുന്നത്. വളരെ വ്യത്യസ്തവും ശക്തവുമായ കഥാപാത്രങ്ങൾ ഓരോ സിനിമകളിലൂടെയും കിട്ടുന്നു. ധനുഷ് രണ്ടാമതായി സംവിധാനം ചെയ്യുന്ന, ധനുഷ് അഭിനയിക്കുന്ന 50ാമത്തെ സിനിമയായ റയാൻ എന്ന സിനിമയുടെ പ്രമോഷൻ തിരക്കുകളിലാണിപ്പോൾ കാളിദാസ്. ചിത്രത്തിൽ ധനുഷിൻ്റെ സഹോദരനായിട്ടാണ് കാളിദാസ് എത്തുന്നത്. ചിത്രത്തിൻ്റേതായി പുറത്തിറങ്ങിയ ട്രെയിലറും പോസ്റ്ററുമെല്ലാം പ്രേക്ഷക പ്രതീക്ഷ നൽകുന്നതാണ്. ചിത്രത്തിൻ്റെ പ്രമോഷൻ്റെ ഭാഗമായി സൺ മ്യൂസിക്കിന് നൽകിയ അഭിമുഖത്തിലാണ് തന്നെക്കുറിച്ച് ആരും അറിയാത്ത ഒരു രഹസ്യം കാളിദാസ് വെളിപ്പെടുത്തിയത്. ഒരു ടാസ്കിൻ്റെ ഭാഗമായി കാളിദാസിനെക്കുറിച്ച് ഞങ്ങളാരും അറിയാത്ത ഒരു രഹസ്യം പറയൂ എന്ന് അവതാരക ആവശ്യപ്പെട്ടപ്പോഴാണ് കാളിദാസ് പറഞ്ഞത്. എനിക്ക് ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ട്, ഭക്ഷണം കഴിച്ചു തുടങ്ങിയാൽ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് കാളിദാസ് പറഞ്ഞു. ഇതെപ്പോഴാണ് തിരിച്ചറിഞ്ഞത് എന്നായിരുന്നു പിന്നീട് വന്ന ചോദ്യം. അമിതമായി ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ എനിക്കത് മനസ്സിലാവുമല്ല. മാത്രമല്ല, എനിക്ക് ഓവർ വെയ്റ്റ് ആയിരുന്ന സമയത്ത് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായാൽ അപ്പോൾ ഭക്ഷണം കഴിക്കണം എന്ന ശീലമായിരുന്നു കാളിദാസ് പറഞ്ഞു. റായൻ എന്ന സിനിമയ്ക്ക് വേണ്ടി 15 കിലോ ശരീരഭാരം കുറച്ചതിനെക്കുറിച്ചും കാളിദാസ് പറയുന്നു. റായന് മുൻപ് ഞാൻ പോർ എന്നൊരു സിനിമ ചെയ്തിരുന്നു. അതിനുവേണ്ടി നന്നായി ശരീരഭാരം കൂട്ടി. റായൻ സിനിമയ്ക്ക് വേണ്ടി ധനുഷ് സാർ വിളിച്ചപ്പോൾ ആദ്യ കൂടിക്കാഴ്ചയിൽ ധനുഷ് സാർ ഞെട്ടി. എന്താ കാളിദാസ്, ഇത്ര ഭാരം കൂട്ടിയിരിക്കുന്നു, നിങ്ങൾ ഒരുപാട് വലിയ ആളെപ്പോലെ തോന്നുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതൊന്നും സാരമില്ല സാർ, ഷൂട്ട് തുടങ്ങുമ്പോഴേക്കും കുറയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞു. റായൻ എന്നെ സംബന്ധിച്ച് വലിയൊരു അവസരമാണ്, അത് മിസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണ കാര്യത്തിൽ നല്ല ശ്രദ്ധ കൊടുത്ത് ക്രമീകരിച്ചിട്ട് കൊണ്ടുവന്നതിന് ശേഷമാണ് ഷൂട്ടിങ്ങിന് മുൻപ് 15 കിലോയോളം ശരീരഭാരം കുറച്ചത്. അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു, കാളിദാസ് ജയറാം പറഞ്ഞു. കാളിദാസിൻ്റെ വെയ്റ്റ് ലോസും ബോഡി ട്രാൻസ്ഫറും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. നായകനായി സിനിമയിലേക്ക് തിരിച്ചു വരുന്നതിന് മുൻ 110 കിലോ ഭാരമുണ്ടായിരുന്നു താരപുത്രന്. കൃത്യമായി വ്യായാമം ചെയ്തും ഡയറ്റ് ഫോളോ ചെയ്തും 71 കിലോയിലേക്ക് ശരീരഭാരം എത്തിച്ചതിന് ശേഷമാണ് കാളിദാസ് സിനിമയിലേക്ക് എത്തിയത്.